വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ്, കമ്പനി ബോർഡ് LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഗ്രേഡ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് സീരീസിലെ പുതിയൊരു ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ 2025 നവംബർ 5 കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 48ാമത് ചെറുകാട് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഏഴാഞ്ചേരി രാമചന്ദ്രനാണ്. അപ്പോൾ ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 48ാമത് ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഏഴാഞ്ചേരി രാമചന്ദ്രനാണ്. ഓക്കെ. 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസിൻ്റെ വേദി മനോമ ബെഹ്റിൻ. അപ്പം മനോമ ബെഹ്റിനിലാണ് 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. അടുത്തൊരു ഓർമ്മക്കുറിപ്പാണ്. മലാല യൂസഫ്സായിയുടെ ഓർമ്മക്കുറിപ്പാണ് ഫൈൻഡിങ് മൈ വേ. അപ്പം ഫൈൻഡിങ് മൈ വേ എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? മലാല യൂസഫ്സായിയുടെ. ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡറായിട്ട് ഒരു മലയാളി നിയമിതയായി. പേര് നഗ്ന മുഹമ്മദ് മാലിക്. അപ്പോൾ ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതയായ മലയാളിയാണ് നഗ്ന മുഹമ്മദ് മാലിക്. റെയിൽവേ പോലീസും RPFും സംയുക്തമായി റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. അപ്പം ഓപ്പറേഷൻ രക്ഷിത ആരൊക്കെ ചേർന്ന? റെയിൽവേ പോലീസും RPFും സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. കരനാവിക വ്യോമസേനകളെ ഏകോപിപ്പിച്ച് സംയുക്ത സേനാ കമാൻഡിംഗ് പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് തിരുവനന്തപുരത്തെ ആക്കുളത്താണ്. അപ്പോൾ ആക്കുളത്താണ് കരനാവിക വ്യോമസേനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംയുക്ത സേനാ കമാൻഡിങ്ങിന് പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത്? ശ്രീവിജയപുരം. ശ്രീവിജയപുരത്താണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത്.